എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 119, 120 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണ്. മഗധ രാജാവായിട്ടുള്ള ജരാസന്ധനും ബലരാമനും കൂടിയിട്ടുള്ളതായ യുദ്ധമാണ് വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം 119ാമത്തെ ശ്ലോകം നോക്കാം. തദ്ബാണനിശ്രേണികയാ നിഹത്യ നീത്വാ പുരസ്ത്വാം യമരാജധാനീം ത്വദ്വിപ്രയോഗവ്യസനാനഭിജ്ഞം നേഷ്യാമി കൃഷ്ണം ഭവതഃ സമീപം. ആദ്യം പദച്ഛേദം പറയാം. തത് ബാണനിശ്രേണികയാ നിഹത്യ നീത്വാ പുരഃ ത്വാം യമരാജധാനീം ത്വദ്വിപ്രയോഗവ്യസനാനഭിജ്ഞം നേഷ്യാമി കൃഷ്ണം ഭവതഃ സമീപം. ആദ്യം ബലരാമനെ വധിക്കണ കാര്യമാണ് പറയണത്. തത്പുര ത്വാം നിഹത്യ. തത്പുര, തത് എന്ന് പറഞ്ഞാൽ തസ്മാത്. ഇപ്പം നീയാണല്ലോ എൻ്റെ മുമ്പിൽ ചാടി വീണിരിക്കണത്. നിൻ്റെ പേര് ബലൻ എന്നൊക്കെ ആയതുകൊണ്ട് യുദ്ധം ചെയ്യാനൊരു സുഖമുണ്ട്. കഴിവുള്ള ശക്തിയുള്ള ഒരാളോടാണ് യുദ്ധം ചെയ്യണത് എന്നുള്ളൊരു തോന്നലുണ്ട്. കൃഷ്ണനെ ഒരു പുല്ലിനോളെ വകവയ്ക്കുന്നുള്ളൂ ജരാസന്ധൻ. എന്നാൽ ബലരാമന് കുറച്ച് ധൈര്യവും ബലവും ഒക്കെ ഉള്ളത് കൊണ്ട് ബലരാമനുമായിട്ട് ഏറ്റുമുട്ടാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോണതെന്ന് പറയാണ്. തസ്മാത്, അതുകൊണ്ട് തന്നെ, പുര, ആദ്യം തന്നെ, പ്രഥമതയാ, ആദ്യം തന്നെ എന്താ ചെയ്യാൻ പോണത്? ത്വാം ബാണനിശ്രേണികയാ നിഹത്യ. ബാണനിശ്രേണികയ, ബാണം എന്ന് പറഞ്ഞാൽ അസ്ത്രമാണ്. നിശ്രേണിക എന്ന് പറഞ്ഞാൽ പരമ്പരയായിട്ട് വിടുന്ന അസ്ത്രങ്ങൾ എന്നൊരർത്ഥമുണ്ട്. അതോടൊപ്പം തന്നെ വേറൊരർത്ഥം കൂടി ഇവിടെ വ്യാഖ്യാനിക്കാൻ പറ്റും. ആ അർത്ഥം കൂട്ടത്തിൽ പറയാം. അപ്പോൾ അസ്ത്രങ്ങളുടെ ഒരു പരമ്പര തന്നെ ശ്രേണിയായിട്ട് കൂട്ടത്തോടെ പ്രയോഗിച്ചിട്ട് ത്വാം നിഹത്യ, അല്ലയോ ബലരാമ, നിന്നെ വധിച്ചിട്ട് യമരാജധാനിയും നീത്വ, ഞാൻ എവിടേക്ക് നിന്നെ പറഞ്ഞയക്കും? യമരാജധാനിയിലേക്ക് പറഞ്ഞയക്കും. യമരാജധാനി എന്നൊക്കെ പറയുമ്പോൾ സ്വർഗമായാലും നരകമായാലും ഒക്കെ മുകളിൽ എവിടെയോ ഉള്ള ഒരു ലോകമായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിശ്രേണിക എന്നുള്ളതിന് കോണി എന്നൊരർത്ഥമുണ്ട്. അതായത് സംസ്കൃതത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആരോഹണ മാർഗ, പടിപടിയായിട്ട് കെട്ടിവച്ചിരിക്കുന്ന ഭാഗങ്ങളെയാണത്രേ നിശ്രേണിക എന്നും പറയണത്. അതായത് നിശ്രേണികയ്ക്ക് കൂട്ടം എന്നൊരർത്ഥമുണ്ട്. അതോടൊപ്പം തന്നെ ബാണങ്ങളുടെ ശ്രേണി എന്നുള്ളൊരർത്ഥം വ്യാഖ്യാനിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ബാണങ്ങളെ ഇങ്ങനെ പടിപടിയായിട്ട് ഏണിപ്പടി പോലെ വച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ എനിക്ക് എവിടേക്ക് കയറ്റിവിടാൻ പറ്റും? യമരാജധാനിയിലേക്ക് പറഞ്ഞയക്കാൻ പറ്റും. അതാണിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ത്വാം ബാണനിശ്രേണികയാ നിഹത്യ യമരാജധാനിയും നീത്വ. നിന്നെ കൊന്ന് ഈ പടികളൊക്കെ കയറ്റി വിട്ടിട്ട് യമരാജധാനിയിലേക്ക്, യമരാജാവ് കാലൻ്റെ കൊട്ടാരത്തിലേക്ക്, അവിടെയാണല്ലോ നരകം, അവിടേക്ക് കയറ്റിവിടും. എന്നിട്ടോ ഒപ്പം തന്നെ കൃഷ്ണനെയും കൊല്ലും എന്നാണ് ജരാസന്ധൻ പറയണത്. അതാണ് ത്വദ്വിപ്രയോഗവ്യസന അനഭിജ്ഞം കൃഷ്ണം ഭവതഃ സമീപം നേഷ്യാമി. കൃഷ്ണമപി ഭവതഃ സമീപം നേഷ്യാമി. ആരെ കൂടി നിൻ്റെ അടുത്തേക്ക് ഞാൻ വിടും? ഭവതഃ സമീപം, അങ്ങയുടെ അടുത്തേക്ക് കൃഷ്ണനെ കൂടി പറഞ്ഞേക്കും. കൃഷ്ണനെ എങ്ങനെയുള്ള കൃഷ്ണനാണ് എന്നുള്ളതിൻ്റെ വിശേഷനാണ് ത്വദ്വിപ്രയോഗവ്യസന അനഭിജ്ഞം. നീയ് പോയി എന്നുള്ളത്, അതായത് ബലരാമൻ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ പോയി, അതായത് ജരാസന്ധൻ്റെ അസ്ത്രങ്ങളെ കൊണ്ട് മരിച്ചുപോയി എന്നുള്ള ആ വ്യസനം അറിയണതിന് മുമ്പ് തന്നെ കൃഷ്ണനെയും ഞാൻ വധിക്കും. അപ്പോൾ ആദ്യം വധിക്കുന്നത് ബലരാമനെ, അതിനെ തുടർന്ന് ഒട്ടും താമസമില്ലാതെ വിനാവിളംബം കൃഷ്ണനെയും വധിക്കും. അപ്പോൾ കൃഷ്ണനും രാമനും തമ്മിലുള്ളതായ ചേർച്ച ഇഹലോകത്തിലും പരലോകത്തിലും ഉണ്ടാവും. ഇവിടെ കളിച്ച് നടക്കണ പോലെ തന്നെ നരകത്തിലായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാം, ഒരുമിച്ച് കളിച്ച് നടക്കാം. നീ മരിച്ചു എന്നുള്ളത് അറിയണതിന് മുമ്പ് തന്നെ ഞാൻ കൃഷ്ണനെയും വധിക്കും എന്നാണ് ജരാസന്ധൻ ബലരാമനോട് പറയണത്. അതാണ് ത്വദ്വിപ്രയോഗം, നിന്നിൽ നിന്നുള്ള വേർപാട് അറിയുന്നതിന് മുമ്പ് തന്നെ, ആ ദുഃഖം എന്താണെന്ന് മനസ്സിലാവണതിന് മുമ്പ് തന്നെ, വ്യസന അനഭിജ്ഞം, അത് മനസ്സിലാവുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണം, ശ്രീകൃഷ്ണനെയും ഭവതഃ സമീപം നേഷ്യാമി, നിൻ്റെ അടുത്തേക്ക് ഞാൻ പറഞ്ഞയക്കും. അതായത് നരകത്തിലേക്ക് രണ്ടുപേരും കൂടി ഒരുമിച്ച് പോയാൽ മതി. ഇവിടെ എങ്ങനെയാണോ അവിടെ അതേപോലെ തന്നെ അവിടെ പോയിട്ടും വേർപാടൊന്നും അനുഭവിക്കേണ്ട,
സന്തോഷമായിട്ട് ചേട്ടനും അനിയനും ആ നരകത്തിലാണെങ്കിൽ നരകത്തിലെ, ഭൂമിയിലാണെങ്കിൽ ഭൂമിയിലെ ഒരുമിച്ച് കഴിഞ്ഞാൽ മതി. രണ്ടുപേരെയും ഒരേ സമയം ഞാൻ ആക്രമിച്ച് വീഴ്ത്താൻ പോവുകയാണ് എന്നാണ് ജരാസന്ധൻ തൻ്റെ ശക്തി പ്രകടനത്തിലൂടെ ബലരാമന് പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. 120-ാമത്തെ ശ്ലോകം നോക്കൂ. ഇതി പ്രകോപാകുലവർണ്ണമുക്ത്വാ സംഘർഷണം സംയുഗബദ്ധദീക്ഷം സ്വവൈരിശിക്ഷാബലസാഹസാനാം അഥാനുരൂപം യുയുധേ സവീര. നമുക്കാദ്യം പദച്ഛേദം പറയാം. ഇതി പ്രകോപാകുലവർണം ഉക്ത്വാ സംഘർഷണം സംയുഗബദ്ധദീക്ഷം സ്വവൈരിശിക്ഷാബലസാഹസാനാം അഥ അനുരൂപം യുയുധേ സ വീര. ആ വീരൻ യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. സവീര യുയുധേ. സവീര എന്ന് പറഞ്ഞാൽ ആ വീരനായിട്ടുള്ള രാജാവ് ജരാസന്ധൻ. ജരാസന്ധൻ യുയുധേ യുദ്ധം ചെയ്തു. എങ്ങനെയാണ് യുദ്ധം ചെയ്തത്? ഇതി ഇപ്രകാരം. അതായത് നിന്നെയും കൊല്ലും നിൻ്റെ അനുജനെയും കൊല്ലും എന്ന് പറഞ്ഞ ഉടനെ തന്നെ ബലരാമൻ അങ്ങോട്ട് കഠിനമായിട്ട് ദേഷ്യം വന്നു. അതോടുകൂടിയിട്ട് വർത്തമാനം പറയാനൊന്നും അല്ല പിന്നെ നിന്നത്, ബലഭദ്രർ ആക്രമണം അഴിച്ചുവിടുകയുണ്ടായത്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. സംയുഗബദ്ധദീക്ഷം പ്രകോപാകുലവർണം സംഘർഷണം ഉക്ത്വ. സംഘർഷണൻ എന്ന് പറഞ്ഞാൽ ബലരാമനാണ്. ഇപ്രകാരമൊക്കെ ബലരാമനോട് പറഞ്ഞിട്ട്, ബലരാമൻ്റെ വിശേഷണമാണ് 2 വാക്കുകൾ, സംയുഗബദ്ധദീക്ഷം, അതുപോലെ തന്നെ പ്രകോപാകുലവർണം. സംയുഗം എന്ന് പറഞ്ഞാൽ യുദ്ധം, സംയുഗബദ്ധദീക്ഷം യുദ്ധത്തിൽ ഒരുങ്ങി പുറപ്പെട്ടു നിൽക്കുന്ന അങ്ങനെയുള്ള ബലരാമൻ. മറ്റു ചിന്തകളൊന്നുമില്ല, അവിടെ വേറെ ഒരു വിഷയത്തിലും ശ്രദ്ധ പോകുന്നില്ല, യുദ്ധത്തിൽ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. അതാണ് സംയുഗത്തിന് വേണ്ടിയിട്ട്, യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത്, ദീക്ഷ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ അല്ലെങ്കിൽ വ്രതമായി എടുത്തിട്ടുള്ള അങ്ങനെയുള്ള ബലരാമൻ. അതോടൊപ്പം തന്നെ പ്രകോപാകുലവർണം. പ്രകോപം എന്ന് പറഞ്ഞാൽ ദേഷ്യം വരിക. ഈ ജരാസന്ധൻ്റെ വാക്കുകൾ, പോരിനു വിളിയൊക്കെ കേട്ടിട്ട് അത്യന്തം ക്രുദ്ധനായിട്ടുള്ള ബലരാമൻ പ്രകൃഷ്ടമായ വർദ്ധിച്ചു വന്ന കോപത്തോടുകൂടി എന്തായിത്തീർന്നു? ആകുലവർണം. ആകുലം എന്ന് പറഞ്ഞാൽ വാക്കുകൾ പുറത്തേക്ക് വരാതെയായി. ദേഷ്യം വന്നിട്ട് വർത്തമാനം പറയാനല്ല പിന്നെ നിൽക്കണത്, ബലരാമൻ ആക്രമിക്കാനായിട്ട് പുറപ്പെടുകയാണ്. ആകുലവർണം, വർണ്ണങ്ങൾ മറ്റൊരു രീതിയിലായിപ്പോയി. ഒറ്റ വാക്ക് പോലും പിന്നെ ബലരാമൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരാതെയായി, ദേഷ്യം മാത്രമായി തീർന്നു. അതാണ് പ്രകോപാകുലവർണം സംഘർഷണം ഉക്ത്വ. ഇപ്രകാരമൊക്കെ ബലരാമനെ പ്രകോപിപ്പിക്കുന്ന വിധത്തിലുള്ള വർത്തമാനം പറഞ്ഞിട്ട്, അങ്ങനെ ബലരാമനെ ആകപ്പാടെ ദേഷ്യം പിടിപ്പിച്ചിട്ട് എന്തു ചെയ്തു? അഥ സവീര. അതിനുശേഷം ആ വീരനായിട്ടുള്ള ജരാസന്ധൻ സ്വവൈരി ശിക്ഷാബലസാഹസാനാം അനുരൂപം യുയുധേ. സ്വവൈരി ശിക്ഷാബല സാഹസാനാം അനുരൂപം. തൻ്റെ പല പല കഴിവുകൾക്കും അനുസരിച്ച് യുദ്ധം ചെയ്തു. എന്തൊക്കെയാണ് കഴിവുകൾ? അല്ലെങ്കിൽ ശത്രുവിനനുസരിച്ച്. അതാണ് സ്വവൈരി. തൻ്റെ മുമ്പിൽ നിൽക്കുന്നവനായിട്ടുള്ള ശത്രു ആരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അദ്ദേഹത്തിന് ലഭിച്ച ശിക്ഷ. ശിക്ഷ എന്ന് പറഞ്ഞാൽ പാഠങ്ങൾ, വിദ്യാഭ്യാസം, അതായത് ആയുധാഭ്യാസം. അതാണ് ഇവിടെ ശിക്ഷ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ബലവും സാഹസവും, സൈന്യങ്ങളെ ഉപയോഗിച്ചിട്ട് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അവരവരുടെ ബലം ഉപയോഗിച്ചിട്ട്. സാഹസം എന്ന് പറഞ്ഞാൽ സഹസാകൃതം, പെട്ടെന്ന് എടുത്തു ചാടി ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികളാണ്. അത് ചിലപ്പോൾ ശരിയാവാം, തെറ്റാവാം, പക്ഷേ യുദ്ധസമയത്ത് അതൊക്കെ ആവശ്യമാണ്. അങ്ങനെയുള്ള ആ ഒരു മനോഭാവത്തോടു കൂടിയിട്ട് തൊട്ടു മുമ്പിൽ നിൽക്കുന്ന ബലരാമനെ എങ്ങനെ ആക്രമിച്ചാലാണ് ബലരാമൻ തോറ്റുപോവുക, ആ രീതിയിൽ, അതാണ് ഉദ്ദേശിച്ചത്. സ്വവൈരി ശിക്ഷാ ബലസാഹസാനാമനുരൂപം. തൻ്റെ ശത്രുവിനും ശിക്ഷ എന്ന് പറഞ്ഞാൽ ആയുധാഭ്യാസം, തൻ്റെ ബലം, തനിക്കുള്ള സാഹസം, ഇതിനെല്ലാം ചേർന്ന വിധത്തിൽ ബലരാമനുമായിട്ട് അതിതീവ്രമായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടു. ബലരാമനും യുദ്ധത്തിനായിട്ട് തന്നെ തയ്യാറായി നിൽക്കുകയാണ്. ജരാസന്ധൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അത്യന്തം ക്രുദ്ധനായി തീർന്ന ബലരാമനും എങ്ങനെ വേണം ജരാസന്ധനെ ഇല്ലായ്മ ചെയ്യാൻ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ രീതിയിൽ ബലരാമനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി ജരാസന്ധൻ എന്നാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. തദ്ബാണനിശ്രേണികയാ നിഹത്യ
നീത്വാ പുരസ്ത്വാം യമരാജധാനീം ത്വദ്വിപ്രയോഗവ്യസനാനഭിജ്ഞം നേഷ്യാമി കൃഷ്ണം ഭവതഃ സമീപം. ഇതി പ്രകോപാകുലവർണ്ണമുക്ത്വാ സംഘർഷണം സംയുഗബദ്ധദീക്ഷം സ്വവൈരിശിക്ഷാബലസാഹസാനാമധാനുരൂപം യുയുധേ സവീര. ഇവിടെ പറഞ്ഞു ബാണ നിശ്രേണിക എന്നൊക്കെ. ബാണങ്ങൾ തന്നെയാണ് നിശ്രേണികയായി തീരണത്. ബാണങ്ങൾ അസ്ത്രങ്ങൾ, അസ്ത്രങ്ങൾ ചവിട്ടുപടിയായി തീരുന്നു, കോണിപ്പടിയായി തീരുന്നു എന്ന് പറയുമ്പോൾ അവിടെ രൂപകാലങ്കാരം അല്ലെങ്കിൽ ഒരു പ്രത്യേക ആവശ്യത്തിനു വേണ്ടി മാറ്റപ്പെടുന്നത്, രൂപാന്തരം വരുത്തുന്നത് എന്നുള്ളത് കൊണ്ട് പരിണാമാലങ്കാരം എന്നും പറയുന്നുണ്ട്. അങ്ങനെ വർണ്ണനകൾ, അലങ്കാരങ്ങളൊക്കെ ഉപയോഗിച്ച് സുന്ദരമാക്കിയിട്ടുള്ള 2 ശ്ലോകങ്ങൾ ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.